ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സോ ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ഹി ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. സോ പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ അതേക്കുറിച്ചാണ് പറയുന്നത്, പവർ ഓഫ് ഗോഡ് ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. അപ്പോസ്തലനായ പൗലൂസിന്റെ രണ്ട് ക്ലെയിംസ് ആണ്. അവർ ഗോസ്പൽ ഈസ് the manifestation of the power of God and the revelation of the wisdom of God. അപ്പൊ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ the power of God and wisdom of God, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അതിന്റെ 2-ാം അധ്യായം, കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അപ്പം വേർഡ്സ് ഓഫ് വിസ്ഡം, ഈ ജ്ഞാനത്തിന്റെ വചസ്സുകൾ പറയുമ്പോൾ അത് അപക്വമതികൾ, അത്ര ഗ്രഹണശേഷി ഇല്ലാത്തവർക്ക് അത് ഭോഷത്വമായി തോന്നും, അത് ചിലപ്പോൾ ദുരുപദേശമായി തോന്നും, അങ്ങനെ പലതും അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ഇറ്റ്സ് നോട്ട് ദ വിസ്ഡം ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. പതിവ് പോലെ ബൈബിൾ കയ്യിലുള്ളവർ ഓപ്പൺ ചെയ്യുക, എന്നോടൊന്നിച്ച് സഞ്ചരിക്കുക. 1 Corinthians chapter 2 verse 7 ആണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, ദ ഹിഡൻ വിസ്ഡം ഓഫ് ഗോഡ്. The wisdom of God was hidden in Christ. ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ദൈവജ്ഞാനം. അപ്പം മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി റിവീൽഡ്. മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, സീക്രട്ട് ആണ്. എന്ത് സീക്രട്ട് ആണത്? ഇറ്റ്സ് എ സീക്രട്ട് ഓഫ് ഗോഡ്, നോട്ട് സീക്രട്ട് ഓഫ് മേൻ. അപ്പൊ മനുഷ്യരുടെ രഹസ്യങ്ങൾ അശുദ്ധ രഹസ്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ രഹസ്യം വിശുദ്ധ രഹസ്യമാണ്. ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാം വിശുദ്ധമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ രഹസ്യവും വിശുദ്ധമാണ്. സോ മിസ്റ്ററി മീൻസ് ദ സീക്രട്ട് ഓഫ് ഗോഡ്. ദാറ്റ് മീൻസ് ഹോളി സീക്രട്ട്. പരിശുദ്ധ രഹസ്യം എന്നാണ് മിസ്റ്ററി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മിസ്റ്ററി എന്ന് നിങ്ങൾ ബൈബിളിൽ മർമ്മം എന്ന് കാണുമ്പോൾ മർമ്മം എന്ന് വായിക്കാതെ പരിശുദ്ധ രഹസ്യം എന്ന് വായിക്കണം. നമ്മളിവിടെ വായിക്കുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ പരിശുദ്ധ രഹസ്യമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇറ്റ്സ് എ ഹോളി സീക്രട്ട് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഇങ്ങനെ പാടുന്നത്, രഹസ്യം രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. സീക്രട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രഹസ്യം, അത് പരിശുദ്ധ രഹസ്യമാണ്, മിസ്റ്ററി. അപ്പൊ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. They would not crucify the Lord of the glory.
മഹത്വത്തിന്റെ പ്രഭുവിനെ, മഹത്വത്തിന്റെ കർത്താവിനെ, തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. അവർ അറിഞ്ഞില്ല. അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. But we speak the wisdom of God in a mystery, the hidden wisdom which God ordained before the ages of our glory, which none of the rulers of this age knew, for had they known, they would not have crucified the Lord of glory. But as it is written, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം ചെയ്യുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലല്ലോ. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം ചെയ്യുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവം അല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അത് കൊണ്ട് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വാക്കുകളല്ല. We preach Christ the crucified, that is the hidden wisdom of God. അപ്പൊ ദൈവത്തിന്റെ മറഞ്ഞിരുന്ന ജ്ഞാനം, that is a mystery, that is a holy secret. ആ പരിശുദ്ധമായ രഹസ്യം, ആ പരിശുദ്ധമായ രഹസ്യത്തെയാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആ തേജസ്സിന്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. ആ തേജസ്സിന്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ഇപ്പോൾ kindly turn with me to John chapter 12. യോഹന്നാന്റെ സുവിശേഷം 12. അവിടെ വായിക്കുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. യോഹന്നാൻ 12:31. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു യേശുവിനെ അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഇപ്പൊ കർത്താവ് പറയാണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ്. ഇതാണ് ലോകത്തിന്റെ ന്യായവിധി. കർത്താവായ യേശു പറയുന്നു, ഇതാണ് ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രേ. അപ്പൊ തന്റെ മരണം, ക്രിസ്തുവിന്റെ മരണം, അതാണ് ലോകത്തിന്റെ ന്യായവിധി. കർത്താവായ യേശു പറയുന്നു, ലോകത്തിന്റെ ന്യായവിധി എന്നാൽ തന്റെ മരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ലോകത്തിന്റെ ന്യായവിധിയാണ്. ഇപ്പൊ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ഈ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ഈ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു. ആ കർത്താവ് ക്രൂശിക്കപ്പെട്ട, വാഴ്ത്തപ്പെട്ട കുരിശ്, ആ കർത്താവ് ക്രൂശിക്കപ്പെട്ട, വാഴ്ത്തപ്പെട്ട കുരിശ്, ആ കുരിശിന്റെ വചനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ഈ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ വേറെ യാതൊന്നിലും വേറൊരു പ്രശംസയും ഇല്ല. ഈ കുരിശിലല്ലാതെ മറ്റൊന്നിലും ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ വകയില്ല. ഇവിടെ യേശു കർത്താവ് പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഇപ്പോൾ പുറത്തേക്ക് തള്ളിക്കളയും. ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഇപ്പോൾ പുറത്തേക്ക് തള്ളിക്കളയും. ഇത് ലോകത്തിന്റെ ന്യായവിധിയാകുന്നു.
ഇത് ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. സോ കുരിശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ വകയില്ല. കൊലാസ്യ ലേഖനം 2-ാം അധ്യായം. കൊലാസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുക. കൊലാസ്യ ലേഖനം 2:12. നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ തന്നോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒറ്റയടിക്ക് വായിച്ചു പോകരുത്, നിസ്സാരമായി വായിച്ചു പോകരുത്. നിങ്ങൾ ശാന്തമായി കൊലാസ്യ ലേഖനം ഓപ്പൺ ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് ഗ്രഹിക്കുക. നമ്മൾ വായിക്കുന്ന വാക്യങ്ങളെല്ലാം ചേർത്ത് ഗ്രഹിക്കണം. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. യേശു കർത്താവ് പറയാണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയാൻ പോവുകയാണ്. The prince of this world. They didn't know the Lord of glory. മഹത്വത്തിന്റെ കർത്താവിനെ, തേജസ്സിന്റെ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കാൻ പോകുന്നു. ഇവിടെ കൊലാസ്യ ലേഖനത്തിൽ പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മായ്ച്ചു, നീക്കി, തറച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. ക്യാൻസൽഡ്. വളരെ വ്യക്തമായി അവിടെ പറയുകയാണ് ക്രൂശിൽ എന്താണ് സംഭവിച്ചത്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. ഡിസ്ക്രിപ്ഷൻ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു എലി എലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച ഓടത്തണ്ടി മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി.
ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. യേശുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിവരണം നമുക്ക് അവിടെ കിട്ടുകയാണ്. പാറകൾ പിളരുന്നു, കല്ലറകൾ തുറക്കപ്പെടുന്നു, ഭൂമി നടുങ്ങി വിറയ്ക്കുന്നു, സൂര്യൻ ഇരുണ്ടുപോകുന്നു, പക്ഷികൾ ചേക്കേറുന്നു, ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽതൊട്ട് അടിയോട്ട് ചിന്തിപ്പോകുന്നു, ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപനും പടയാളികളും പോലും ഭയപ്പെടുന്നു. സംതിങ് ട്രമൻഡസ് വാസ് ഹാപ്പനിങ്. എന്താണ് അവിടെ നടന്നത്? അവിടെ നടന്നത് പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ്. ഏറ്റവും വലിയ യുദ്ധം. നരക സൈന്യം മുഴുവൻ യെരുശലേമിൽ ക്യാമ്പടിച്ചു. സാത്താന്യ ശക്തികൾ, പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും ദുഷ്ട സൈന്യങ്ങളും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും ഒരുമിച്ച് ഗ്യാദർ ചെയ്തു. They gathered together. അതുകൊണ്ടാണ് യേശു കർത്താവ് അപ്പോസ്തലനായ പത്രോസിനോട് പറയുന്നത്, പത്രോസെ, നീ വാൾ ഉറയിലിടുക. നിനക്ക് ഈ യുദ്ധം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് വെളിപ്പാട് കിട്ടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ യുദ്ധം ഈ മുറിവാള് കൊണ്ട് ചെയ്യേണ്ട യുദ്ധമല്ല. ഞാനൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 ലഹിയോനിലധികം ദൂതന്മാർ എനിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങും. അപ്പൊ ഗെത്സമനെ തോട്ടത്തിൽ നരകശക്തികൾ മുഴുവൻ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് മുഴുവൻ, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ, ഈ ലോകത്തിന്റെ അധികാരികൾ, അൺസീൻ വേൾഡിലെ പവേഴ്സ് മുഴുവൻ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, എനിക്ക് വേണ്ടി പോരാടാൻ 12 ലഹിയോൻ. ഒരു ലഹിയോൻ എന്ന് പറഞ്ഞാൽ 6000 പേരാണ്. അപ്പൊ 12 ലഹിയോൻ എന്ന് പറയുമ്പോൾ 70,000. അപ്പൊ ഗെത്സമനെ തോട്ടത്തിന് ചുറ്റും തന്നെ 70,000 സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോ ആ യെരുശലേമിൽ ആ സമയത്ത് നടക്കുന്ന ആത്മമണ്ഡലത്തിലെ കാഴ്ച മനോദർപ്പണത്താൽ കാണുന്നവർക്ക് മാത്രമേ ക്രൂശിന്റെ മഹത്വം മനസ്സിലാകുകയുള്ളൂ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിലുള്ളവർക്ക് അത് മനസ്സിലാകുകയില്ല. ദിസ് ഈസ് ദ ഹിഡൻ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, അത് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, അത് യവനന്മാർക്ക് ഭോഷത്വമാണ്. ബട്ട് ഫോർ us it is the power of God. അത് ദൈവ ശക്തിയാണ്. 70,000 ദൂതന്മാർ, സ്വർഗീയ ദൂതന്മാർ ഗെത്സമനയ്ക്ക് ചുറ്റും തന്നെ നിൽക്കുമ്പോ അതിന്റെ എത്രയോ മടങ്ങ് ദൂതന്മാരാണ് മറുഭാഗത്ത് അണിനിരക്കുന്നത്. വാഴ്ചകളും അധികാരങ്ങളും സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും ഒരുമിച്ച് ഗ്യാദർ ചെയ്യുകയാണ്. It was really the greatest war ever happened in the history of humanity. മനുഷ്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം അവിടെയാണ് നടക്കുന്നത്. ഏറ്റവും സൈന്യ സന്നാഹമുള്ള യുദ്ധം അവിടെ നടക്കുകയാണ്. അപ്പോ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അവിടെ യേശു തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വാട്ട് ഈസ് ഫിനിഷ്ഡ്? എന്താണ് ഫിനിഷ് ചെയ്തത്? ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, ഇറ്റ് ഈസ് ഡൺ. നിവൃത്തിയായി, പൂർത്തിയായിരിക്കുന്നു. ആ യുദ്ധം സമാപിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കാരണം ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിവരെ 2ആയി ചീന്തിപ്പോയി. ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിവരെ 2ആയി ചീന്തിപ്പോയി. യെശയ്യാ പ്രവചനം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വായിച്ചാണ്. 53-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ക്രൂശിനെ കുറിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാമത്തെ വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ആർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? ക്രൂശിന്റെ വചനം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിന്റെ വചനമാണ്. വാട്ട് റിയലി ഹാപ്പൻഡ്? യെശയ്യാ പറയണ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ചിലർ തെറ്റിദ്ധരിച്ചു ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന്.
ഏഷ്യ 53 പറയുകയാണ്. എന്താണ് ആ വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് ഞങ്ങൾ കേൾപ്പിക്കുന്നത് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോയി. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. അപ്പൊ ഒരു അപ്പോയിന്റഡ് ടൈം വരെ ഉണ്ടായിരുന്ന ഫിസിക്കൽ ലോസ് ആയിരുന്നു ദൈവാലയത്തിൽ നടന്നു വന്നിരുന്നത്. പക്ഷേ ദാറ്റ് അപ്പോയിന്റഡ് ടൈം ഹാഡ് കം. കർത്താവ് കുരിശിലേക്ക് കയറിയപ്പോൾ ആ അപ്പോയിന്റഡ് ടൈം വന്നു. ആ അപ്പോയിന്റഡ് ടൈമിൽ അത് നിറവേറി. അതാണ് പൗലോസ് ശ്ലീഹ അവിടെ പറയുന്നത്, ആ അപ്പോയിന്റഡ് ടൈം വന്നിരിക്കുന്നു എന്ന്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. It was symbolic for the present time in which both gifts and sacrifices were offered, which cannot make him who performed the service perfect in regard to the conscience, concerned only with the foods and drinks, various washings and fleshly ordinances imposed until the time of the appointment. ഇപ്പൊ നിയമിക്കപ്പെട്ട സമയം വരെ മാത്രമുണ്ടായിരുന്ന ആ കർമ്മങ്ങൾ, നിയമിക്കപ്പെട്ട സമയം വരെ മാത്രമുണ്ടായിരുന്ന കർമ്മങ്ങൾ. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപങ്ങളിലും നീ പ്രസാദിച്ചില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. Now we can go near to the throne of God. അപ്പൊ ആ ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മാറ്റപ്പെട്ടു. നിങ്ങൾ ഇനി ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരുമിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അവരാണ് കർത്താവിനെ ക്രൂശിച്ചത്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല ഇവനെ ക്രൂശിച്ചാൽ എന്ത് സംഭവിക്കും എന്ന്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് തേജസ്സിന്റെ കർത്താവിന്റെ പവർ അറിയില്ലായിരുന്നു. തേജസ്സിന്റെ കർത്താവിന്റെ വിസ്ഡം അറിയില്ലായിരുന്നു. തേജസ്സിന്റെ കർത്താവിന്റെ സ്കോപ്പ് എന്താണെന്ന് അറിയില്ലായിരുന്നു. സോ അവർ ക്രൂശിച്ചു. പലർക്കും അങ്ങനെ അബദ്ധം പറ്റുന്നേ. ഓരോന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കോൺസിക്വൻസസ്. അപ്പൊ തേജസ്സിന്റെ കർത്താവിനെ കുറിച്ച് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഗ്രാഹ്യമില്ലായിരുന്നു. അവർ അവനെ ക്രൂശിച്ചു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ന്യായവിധിയാണ് തന്റെ ക്രൂശീകരണം എന്ന് യേശു പറഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി കളഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി കളയുന്ന ആ ന്യായവിധി അവിടെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കർത്തൃത്വങ്ങളുടെയും എല്ലാം സകല ആയുധവർഗവും താഴെ വെപ്പിച്ചു. നിരായുധരാക്കി. അവരെ ഡിസാം ചെയ്തു. അവരെ നിരായുധരാക്കി. ആ യുദ്ധം അവിടെ അവസാനിച്ചു. അതവിടെ പഴകിപ്പോയി. അത് അവിടെ പൂർണ്ണമായും ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു. ആ യുദ്ധത്തിൽ നമ്മുടെ കർത്താവ് വിജയിച്ചു. അപ്പൊ ആ യുദ്ധം നടന്നപ്പോ എന്തെല്ലാം സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്. അത് നമ്മൾ മുമ്പേ വായിച്ചത്.
മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. അവിടെ പറയാണ്, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. എപ്പോ? അവൻ പുനരുത്ഥാനം ചെയ്ത ഒപ്പം ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ഇപ്പൊ നിങ്ങൾ ശരിക്കും യെരുശലേമിൽ സംഭവിച്ച എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് യേശു മറുരൂപമലയിലോട്ട് കയറി പോവാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് 3 പേരെയും കൊണ്ട് പോവാം. അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് ഉണർന്നിരിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ക്ഷീണമാണ്, ഉറങ്ങിപ്പോവാണ്. അതിനിടയ്ക്ക് പത്രോസ് മയക്കം വിട്ട് ഉണർന്നു നോക്കിയപ്പോൾ പത്രോസ് നോക്കി, മോശയെ കാണുന്നു, ഏലിയാവിനെ കാണുന്നു. പത്രോസിന് മനസ്സിലായത് മോശയും ഏലിയാവുമാണെന്ന്. സോ ദാറ്റ് വാസ് എ പിക്യുലിയർ നൈറ്റ്. കാരണം അവിടെ വിശുദ്ധന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാം നഗരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു, സൈന്യങ്ങൾ ഇറങ്ങി നിൽക്കുന്നു, നരകത്തിന്റെ സൈന്യങ്ങൾ ഇറങ്ങി നിൽക്കുന്നു. ഇറ്റ് വാസ് നോട്ട് ഹാപ്പൻ ഇൻ ഫിസിക്കൽ റെലമ. ഭൗതിക തലത്തിലല്ല യുദ്ധം നടക്കുന്നത്, ഭൗതിക തലത്തിലല്ല. ഇതാ മരിച്ചുപോയവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവരൊക്കെ യെരുശലേമിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഓപ്പോസിറ്റ് വരുന്നതിൽ ഇവർ മരിച്ചവരാണോ ജീവിച്ചിരിക്കുന്നവരാണോ ഒരൈഡിയയും ഇല്ല. പലരും ഉയർത്തെഴുന്നേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംതിങ് ട്രമെൻഡസ് ഇറ്റ് വാസ് ഹാപ്പനിങ്. അവിടെ ഇതെല്ലാം സംഭവിക്കുകയാണ്. എബ്രായലേഖനം 12-ാം അധ്യായം അവിടെ പറയണം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ അവിടെ നമ്മുടെ ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അറിയാം. Therefore we also, since we are surrounded by so great a cloud of witnesses. നിങ്ങൾ ഇംഗ്ലീഷിൽ എല്ലാ വേർഷനും നോക്കുക, എല്ലാ വേർഷനിലും ക്ലൗഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഗ്രീക്കിൽ നിങ്ങൾ നോക്കിയാലും ക്ലൗഡ് എന്നാണ്, മേഘം. പക്ഷെ നമ്മുടെ മലയാളത്തിൽ മാത്രം അത് സമൂഹം എന്ന് തിരുത്തിയിരിക്കുകയാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം, സമൂഹം എന്നല്ല, മേഘം എന്നാണ്. അപ്പൊ ആകെ സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മനസ്സിലാക്കണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ സാക്ഷികളുടെ ഒരു മേഘമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. അത് ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. അതിനെ മലയാളവൽക്കരിച്ച് സമൂഹം എന്ന് ബലഹീനമായ ഒരു തർജ്ജിമയാക്കിയിരിക്കുക. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്, സാക്ഷികളുടെ ഒരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. സാക്ഷികളുടെ മേഘം, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രയോഗം. അപ്പൊ കർത്താവ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറി പോവാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. നിങ്ങൾ നോക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക്. ഏത് മേഘമാണ് അവനെ മൂടിയത്? സാക്ഷികളുടെ മേഘം, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. അവൻ സ്വർഗത്തിലേക്ക് കയറിയ പുറകെ 1000 വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് യെരുശലേം നഗരത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന വിശുദ്ധന്മാർ മുഴുവൻ ഗാദർ ചെയ്യപ്പെട്ടിട്ട് ഈ വിശുദ്ധന്മാർ മുഴുവൻ മുകളിലേക്ക് പോവുകയാണ്. സോ ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്, ഈ സാക്ഷികളുടെ മേഘമാണ് അവന്റെ പുറകെ പോയത്. ആ സാക്ഷികളുടെ മേഘമാണ് അവനെ മറച്ചിട്ട് അവർ മുകളിലേക്ക്. ഇനി അവൻ രണ്ടാമത് വരുമ്പോ എങ്ങനെയാണ് വരുന്നത്?
മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി ടങ്കിയണിഞ്ഞെതിരേൽ. നമ്മളിത് പാടുന്ന എവിടെയാ? സാധാരണ ഈ സെമിത്തേരി പോയെന്നാ പാടുന്നത്, അല്ലെ പള്ളി ധൂപ്രാർത്ഥനയ്ക്കും പാടും. ഈ ധൂപ്രാർത്ഥനയുടെ സമയത്ത് ഇത് പാടുന്നതിന്റെ കാര്യം, ഈ വരുന്ന മുകിലഴകിന്മേലാഘോ, ഏതാണ് ഈ മുകില്? അഴകുള്ള മുകില്. It's a beautiful cloud, the fascinating cloud. That is a cloud of witnesses. അത് സാക്ഷികളുടെ മേഘമാണ്. അല്ലാതെ കർത്താവ് പുകമേഘത്താൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരികയല്ല. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഘമാണ്, മേഘത്താൽ വരുന്നു, മേഘത്തേരെ വരുന്നു എന്നെല്ലാം എല്ലാവരും ചിന്തിക്കുന്ന എന്തോ ഒരു പഞ്ഞിമേഘത്തെ കർത്താവ് ഇങ്ങനെ വരുമെന്ന്. നോ 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 നോട്ട് അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ. മേഘം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. സാക്ഷികൾ, സാക്ഷികൾ, വിശുദ്ധന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധന്മാരുടെ അകമ്പടിക്കാണ് മേഘം എന്ന് പറയുന്നത്. അല്ലാതെ മേഘത്തേരെ വരുമെന്ന് പറഞ്ഞാല് ഈ പെന്റക്കോസ്റ്റൽസ് ആൻഡ് ബ്രദറൻസ് കരുതുന്ന പോലെ ഒരു ഫിസിക്കൽ മേഘത്തെ കർത്താവ് ഇങ്ങനെ വരികയല്ല. എന്നാൽ കർത്താവ് മേഘത്തെ വരുന്നത് എന്നൊരു വണ്ടിയെ വല്ലതും വരാൻ. മേഘം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് പോയ വിശുദ്ധന്മാരാണ്, വിശുദ്ധന്മാർ. They are our witnesses. അത് നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്, അത് നമ്മുടെ പ്രസംഗത്തിന്റെ സാക്ഷ്യമാണ്, അത് ഈ ഹിഡൻ മിസ്റ്ററിയുടെ സാക്ഷ്യമാണ്. We preach Christ, the crucified, the wisdom of God and the power of God. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞിട്ടില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിയാത്ത ഈ സീക്രട്ട്, ഇത് പരിശുദ്ധ സഭയുടെ സീക്രട്ടാണ്. രഹസ്യം, രഹസ്യം. ഇതൊന്നും പറയാൻ പാടില്ലാത്താണ്. മുഴുവൻ പറയുന്നില്ല, ഒരു കുറച്ചേ പറയുന്നുള്ളൂ. കാരണം ഇത് സഭ കീപ്പ് ചെയ്തിരിക്കുന്ന, ഒരിക്കലും തർജ്ജിമ ചെയ്യുകയോ വിതരണം ചെയ്യുകയോ ചെയ്യത്തില്ല. ഞാൻ ഈ സഭയിലെ പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ മലയാളികളല്ല, ട്രൂ സിറിയൻ ചർച്ചിന്റെ ഒക്കെ പലരെയും കോണ്ടാക്ട് ചെയ്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് തർജ്ജിമ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നില്ല, പുസ്തകം പബ്ലിഷ് ചെയ്യുന്നില്ല? അവരെന്നോട് പറഞ്ഞൊരു മറുപടിയാണ്, സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ട. വി നെവർ സെൽ ട്രൂത്ത്. ഞങ്ങൾ ഒരിക്കലും സത്യം വിൽക്കത്തില്ല. ദാറ്റ്സ് ഓർത്തഡോക്സി. ദാറ്റ് ഈസ് ഓർത്തഡോക്സ്. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണാൻ കഴിയാത്തത്. ഐ ഡോണ്ട് വാണ്ട് ടു സെൽ ദ ട്രൂത്ത്. എന്റെ സുവിശേഷത്തെ കഞ്ചാവ് സുവിശേഷം എന്ന് ചിലർ അവഹേളിക്കുന്നു. ഐ ഹാവ് നോ പ്രോബ്ലം. എന്റെ കർത്താവിന് ഭൂതമാണെന്ന് അവർ പറഞ്ഞതാണ്. പക്ഷെ ഇവരുടെ സുവിശേഷം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വയറിന്റെ സുവിശേഷമാണ്, ഉദരമാണ് അവരുടെ ദൈവം. പണം വാങ്ങാതെ പ്രസംഗിക്കൂ. സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുപ്പി. I am not selling truth. Not only me. Orthodoxy never sell her truth. ആണെങ്കിൽ ഈ സീക്രട്ടുകളൊക്കെ മില്യൺ കണക്കിന് പുസ്തകം വിൽക്കാറ്, മില്യൺ കണക്കിന്. സായിപ്പുമാര് ചീപ്പ് ഗോസ്പൽ വിറ്റ് കോടികൾ സമ്പാദിക്കും. കർത്താവ് വരുന്നെന്നും അവിടെ 666 മുദ്രയടിക്കുമെന്നും. മിഖായിൽ ഗോർബച്ചോവ് റഷ്യൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നെറ്റിയിൽ ഈ കലയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞൊരു മറുക് പോലെ. അമേരിക്ക ഉള്ളവന്മാർ പറഞ്ഞു ഇതാണ് 666. വിറ്റ പുസ്തകത്തിന്റെ എണ്ണം നിങ്ങൾക്കറിയോ? 82 മില്യൺ പുസ്തകം വിറ്റു. എന്ന് പറഞ്ഞാൽ 8.25 കോടി കോപ്പി വിറ്റു. $10 വെച്ച് എത്ര മില്യൺ ഡോളറാണ് ലാഭം ഉണ്ടാക്കി. ഒറ്റ നുണയാണ്, യാതൊരു മനസാക്ഷി കുത്തുമില്ല. കേരളത്തിലെ ബ്രദറൻകാർ മുഴുവൻ എത്ര നുണ പറഞ്ഞു. സദ്ദാം ഹുസൈനാണ് എതിർ ക്രിസ്തു എന്ന് എത്ര പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടിപ്പുറത്തെ പറമ്പിൽ വന്ന് MM സക്രിയ എന്ന് പറയുന്ന ബ്രദറൻകാരൻ പ്രസംഗിച്ച് എന്റെ കാതുകൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. സദ്ദാം ഹുസൈൻ എതിർ ക്രിസ്തുവാണ്.
സദ്ദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞിട്ടും ഈ ബ്രദറൻകാരൊരു മാപ്പ് പറഞ്ഞിട്ടില്ല. പെന്റക്കോസുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പെന്റക്കോസ് പ്രസംഗൻ, പോൾ ഗോപാലകൃഷ്ണൻ, ഇപ്പൊ ഒരു മാമൻ, കാലാകാലങ്ങളിൽ ആര് വരുന്നോ അവരെല്ലാം എതിർ ക്രിസ്തു ആണെന്നും ഒക്കെ പറഞ്ഞ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ നുണ പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിച്ച് അവരുടെ പണം പോക്കറ്റിലാക്കുന്ന ഉദരത്തിന്റെ സുവിശേഷം, വയറിന്റെ സുവിശേഷം. എന്റേത് കഞ്ചാവിന്റെ സുവിശേഷമാണ്. ഞാനൊരു ലഹരിയിലാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. വാട്ട് അബൌട്ട് വയർ സുവിശേഷം? രഹസ്യം രഹസ്യം എനിക്കിത് പറയാൻ ഒരു താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ഈ ട്രൂത്തിൽ രസിക്കുന്നതാണ് ഞാൻ റിജോയ്സ് ചെയ്ത്. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ട്രൂത്ത് ഒക്കെ വായിച്ചും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അല്പം മാത്രമേ പറയുന്നുള്ളൂ, അല്പം മാത്രം. കാരണം ഓർത്തഡോക്സി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഈ ഓർത്തഡോക്സ് സഭകളിലെ ആളുകൾ വഞ്ചിക്കപ്പെടുന്ന കാണുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. എനിക്ക് ദുഃഖം വരികയാണ്. കാരണം ഇത്രയും റിച്ച് ഹെറിറ്റേജ്, ഇത്രയും ട്രൂത്ത്, ഇത്രയും ഹിഡൻ ട്രഷറുള്ള ഇവരിങ്ങനെ ഈ ചീപ്പ്, ഇത്രയും മുത്തുകൾ അവരുടെ കയ്യിലിരിക്കുമ്പം ഈ ചീപ്പ് പ്ലാസ്റ്റിക് സാധനങ്ങളുടെ പിന്നാലെ ഇവർ പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഒന്ന് പോക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഇത്രയും ഗ്രേറ്റ് ട്രൂത്ത് ആണ് ഇരിക്കുന്നതെന്ന് അല്ല. ഞാൻ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എബ്രായ ലേഖനം 13 അധ്യായം, എബ്രായ ലേഖനം 13 അധ്യായം 12 വാക്യം. എബ്രായ ലേഖനം 13 അധ്യായം 12 വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. യേശു കർത്താവ് ഈ തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് നടക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. അവിടേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഇറ്റ്സ് എ വെരി ഫെമിലിയർ ചാപ്റ്റർ. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം. അവിടെ ശമരിയക്കാരത്തി സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്ന ഒരു ഭാഗമാണ്. ശമരിയക്കാരത്തി സ്ത്രീയെ അവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാണ്, 35 വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് കൂട്ടിവെക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോ വാക്കും വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ വരച്ചു വെച്ച് നിങ്ങൾ നോക്കണം. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. 4 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരും. 4 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരും. 4 മാസം വിതച്ച് കഴിയുമ്പോൾ 4 മാസം കഴിയുമ്പോഴാണ് കൊയ്ത്ത് സീസൺ വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൊയ്ത്തിന്റെ സീസണിലാണ് ഈ ക്രൂശീകരണമൊക്കെ സംഭവിക്കുന്നത്. കൊയ്ത്ത് കാലത്താണ്. നിങ്ങൾ അവിടുത്തെ കൊയ്ത്ത് കാലത്തെ കുറിച്ച് പഠിച്ചാൽ മതി. കൊയ്ത്തിന്റെ സമയത്താണ് അത് സംഭവിക്കുന്നത്. ആദ്യഫല കറ്റയൊക്കെ സമർപ്പിക്കുന്നത് ആ പെസഹായുമായിട്ട് ബന്ധപ്പെട്ട് ആണ്. ആ സീസണിലാണ് ഈ കൊയ്ത്ത് നടക്കുന്നത്. യെശയ്യാ പ്രവചനം 63 അധ്യായം 1 വാക്യം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാർ, നീതിയെ അരളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിന്റെ പോലെ ഇരിക്കുന്ന എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കി, എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി, എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി. ഒരു യെശയ്യാ പ്രവചനന്റെ ഒരു ബ്യൂട്ടിഫുൾ പ്രവചനമാണ്.
ഇറ്റ്സ് റിയലി ഒരു വലിയ സംഭവത്തെ അവിടെ വളരെ പൊയറ്റിക്കലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇതിനകത്തു നിന്നാണ് നമുക്ക് ഈ വെളിപ്പാടുകൾ, റെവലേഷൻ നോളജ് ഉണ്ടാകുന്നത്, വെളിപ്പാടുണ്ടാകുന്നത്. എന്താണ്? ഹിഡൻ മിസ്റ്ററീസ് ആണ്. മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെട്ടാണ് വരേണ്ടത്. അപ്പൊ മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെടുന്നതിന്റെ പേരാണ് വെളിപ്പാട്. അൺവെയിലിംഗ് ദ ട്രൂത്ത്, അൺവെയിലിംഗ് ദ ഗ്രേറ്റ് മിസ്റ്ററീസ് ഓഫ് ഏജസ്. അപ്പൊ യുഗങ്ങളാൽ മറഞ്ഞിരുന്ന മർമ്മത്തെ എന്ത് ചെയ്യാണ്? മറനീക്കി കാണിക്കുകയാണ്. സോ മറനീക്കി കാണിക്കുക എന്നുള്ള അപ്പോകാലിപ്റ്റിസ്, അതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ 8-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. അവൻ ആത്മവിവശതയിൽ കാഴ്ചകളെ കാണുകയാണ്. 14-ാം അധ്യായത്തില് 13-ാമത്തെ വാക്യത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുലയറക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. ഭൂമിയിലെ മുന്തിരിക്കൊല അറുക്കപ്പെട്ടു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കൊല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. എബ്രായ ലേഖനം 13 നമ്മൾ വായിച്ചു, യേശുവോ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ഈ ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി. 200 നാഴിക ദൂരത്തോളം ഒഴുകി. 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണാൽ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് കണ്ടു. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. ഭൂമിയിലെ നിഴലായിരുന്ന ദൈവാലയത്തിന്റെ തിരശീല മേൽതൊട്ട് അടിവരെ ചീന്തിയപ്പോൾ സ്വർഗീയ ദൈവാലയം തുറക്കപ്പെട്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ 7 ദൂതന്മാരുടെ 7 ബാധകളും കഴിയുന്നത് വരെ ദൈവാലയത്തിൽ ആർക്കും കടപ്പാൻ കഴിഞ്ഞില്ല.
പക്ഷേ നമുക്കോ ഇന്ന് തത്സമയം കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ജീവനുള്ള now we have an established path which is established by the precious blood of Lord Jesus Christ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ജീവനുള്ള പുതുവഴി നമുക്കുണ്ട്. ദാറ്റ് മീൻസ് ദൈവാലയത്തിന്റെ എല്ലാ ക്രോധത്തിന്റെ പുകകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ വഴി നമുക്കായി തുറക്കപ്പെട്ടു. ദൈവക്രോധം അവസാനിച്ചു. അവിടെ നമ്മൾ കാണുന്ന ആ യുദ്ധം അത് അവിടെ അവസാനിച്ചു. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ കർത്താവ് ഇറ്റ് ഈസ് ഫിനിഷ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, സകലതും നിവൃത്തിയായിരിക്കുന്നു. സോ നോ മോർ വാർ, നോ മോർ ഫൈറ്റ്. കർത്താവ് തന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. റിയൽ ടാബർനാക്കിൾ ഓപ്പൺ ചെയ്യപ്പെട്ടു. റിയൽ ടാബർനാക്കിൾ സാക്ഷികളുടെ വലിയൊരു സമൂഹവുമായി അവൻ സ്വർഗത്തിലേക്ക് കയറി. തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരുന്നു. നോ മോർ വാർ, നോ മോർ വാർ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനോട് കർത്താവ് പറഞ്ഞു, നീ എന്റെ വലതുഭാഗത്തിരിക്കുക, ഞാൻ എല്ലാ ശത്രുതകളെയും കാൽക്കീഴാക്കുവോളും നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അതാണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവം തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുവോളം, യഥാസ്ഥാനത്താകുക എന്ന് പറഞ്ഞാൽ റിസ്റ്റോർ ചെയ്യപ്പെടുക, ദ കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ, യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ, അത് സംഭവിച്ചു തീരുവോളം ഹെവൻ വിൽ വിത്ത് ഹോൾഡ് ജീസസ്. യേശുവിനെ ഇനി വിടത്തില്ല, സ്വർഗം അവിടെ പിടിച്ചു വെച്ചിരിക്കുക. സോ ക്ലിയർലി സ്റ്റേറ്റഡ്, വളരെ വ്യക്തമായി പറയുകയാണ്. ഈ പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കർത്താവ് വരുമെന്ന്. ഈ കയോസിന്റെ നടുവിലേക്ക്, ഈ പ്രശ്നകലുഷിതമായ ലോകത്തിലേക്ക് യേശു വരുമെന്നും ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് വയറിന്റെ സുവിശേഷമാണ്, തെറ്റായ സുവിശേഷമാണ്. കർത്താവ് അങ്ങനെ വരത്തില്ല. കർത്താവ് എപ്പോഴാണ് വരുന്നത്? തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് മുഴുവൻ സംഭവിച്ചു തീരുമ്പോൾ, സകലതും യഥാസ്ഥാനത്താകുമ്പോൾ, ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഭൂമി മുഴുവൻ ടേൺ ചെയ്യുമ്പോൾ, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ, ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ, അപ്പോഴാണ് കർത്താവ് വരുന്നത്. അതുവരത്തേക്കാണ് സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. സഭ എന്താണ്? ലോകത്തിന്റെ വെളിച്ചമാണ്. സഭ ലോകത്തിന്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും ആക്കിയിരിക്കുന്ന സഭ ശരിയായ വിധത്തിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ, ഈ ഭൂമിക്ക് ഉപ്പായും ലോകത്തിന്റെ വെളിച്ചമായും തീരുമ്പോൾ, ലോകം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് തിരിയും. ആ ദൈവിക ജ്ഞാനത്തിൽ ലോകം നിറയുമ്പോൾ, സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. അപ്പോൾ ആരും തന്റെ കൂട്ടുകാരനോട് ദൈവത്തെ അറിയുക എന്ന് പറയേണ്ടി വരികയില്ല. എന്ന് പറഞ്ഞാൽ നോ മോർ പ്രീച്ചിങ്, നോ മോർ ക്യാമ്പയിനിങ്. മതപ്രചരണങ്ങൾ അവസാനിക്കും. മതരഹിതമായ, മാനുഷികതയിൽ അടിസ്ഥാനപ്പെട്ട, മാനുഷിക മൂല്യങ്ങളുള്ള ഒരു നവസമൂഹമുണ്ടാകും. മതങ്ങൾ അഴിഞ്ഞു പോകും, മാനുഷികത വിജയിക്കും, മാനവികത വിജയിക്കും. അപ്പൊ മാനവിക മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് യഥാർത്ഥ ക്രിസ്തു മനുഷ്യർ ഈ ഭൂമിയെ വാഴും.
ഇപ്പോഴത്തെ വെറുപ്പിന്റെയും വിരോധത്തിന്റെയും ഭിന്നതകളുടെയും വിഭാഗീയതകളുടെയും മത്സരങ്ങളുടെയും യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും ചേരിപ്പോരുകളുടെയും ഈ ലോകത്തിലേക്ക് ഒരിക്കലും കർത്താവ് വരികയില്ല. ദൈവം തന്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഡോണ്ട് എക്സ്പെക്ട് an imminent return of Christ. No, it won't happen. വെറുതെ പാട്ട് പാടാവുന്നേ ഉള്ളൂ. മേഘത്തേരി വരുമെന്നും അത് വരുമെന്നും. മേഘത്തേരി വരും. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ വർദ്ധിക്കും. ദൈവത്തിന്റെ മഹത്വം മനുഷ്യനെ മനുഷ്യനായി കാണും. ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന്, യഥാർത്ഥ മാനവ രൂപത്തിലേക്ക് മനുഷ്യൻ അതിന്റെ ഒറിജിനൽ ഇമേജിലേക്ക്, ഒറിജിനൽ ഡിസൈനിലേക്ക് മനുഷ്യവർഗം തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ തേജസ് വർദ്ധിക്കും. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. അതിനെയാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടും. ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ. ഒരിക്കലും ഒരു പെസിമിസ്റ്റിക് വ്യൂ അല്ല ട്രൂ ചർച്ചിന്റെ വ്യൂ. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ സമാധാനപൂർണമായ, സൗഭാഗ്യപൂർണമായ, ഐശ്വര്യ സമ്പൂർണമായ, ഐക്യത്തിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിലൂന്നിയ ഒരു ഫ്യൂച്ചറിനെയാണ് ചർച്ച് കാണുന്നത്. അതിലേക്ക് മനുഷ്യവർഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശി ഇപ്പോൾ നമുക്ക് നിരാശകൾ തോന്നിയേക്കാം, കാർമേഘങ്ങൾ പോലെ തോന്നിയേക്കാം. എന്നാൽ ആ ശുഭദിനത്തിലേക്ക് ലോകം, മനുഷ്യവർഗം മുൻപോട്ട് പോകും. മനുഷ്യ പുരോഗതിയിൽ മനുഷ്യവർഗം ആ നിലവാരത്തിൽ എത്തിച്ചേരും. ആ നിലവാരത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ സ്വർഗം കർത്താവിനെ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് അപ്പോസ്തലനായ പത്രോസ് 3-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുക. വിശ്വസിക്കാവുന്ന ആളാണ്. മറുരൂപമലയിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ സീക്രട്ടുകൾ കർത്താവിൽ നിന്ന് കിട്ടിയ ആളാണ്. കർത്താവ് അധികാരം കൊടുക്കുകയും താക്കോല് കൊടുക്കുകയും കൽപ്പന കൊടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അവര് പറയുകയാണ്, ആ പത്രോസ് പറയുകയാണ്, ദൈവം, അപ്പോസ്തലപ്രവൃത്തി 3:21, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. നോ മോർ വാർ. ഇനി ഒരു യുദ്ധവുമില്ല. ആക്ച്വൽ അർമഗത്തോൻ ഓൾറെഡി ഹാപ്പൻഡ് അറ്റ് ദ ക്രോസ് ഓഫ് കാൽവരി. കാൽവരിയിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചു തീർന്നു. ടെറ്റലസ്റ്റായി. എവരിത്തിങ് ഹാസ് ഹാപ്പൻഡ്. അവിടെ നമ്മൾ അതാണ് വായിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞു എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ മേഘവുമായി കർത്താവ് വരും. ഇനി യൂദായുടെ ലേഖനം 15-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ കർത്താവ് തൻ 1000 വിശുദ്ധന്മാരുമായി എഴുന്നള്ളി വരുന്നു. ബാക്കി ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് മേഘത്തിൽ വരുന്നതാണ്. പക്ഷെ യൂദായുടെ ലേഖനം 15 വായിച്ചു, 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നു. ഈ 1000 വിശുദ്ധന്മാരെന്ന് പറഞ്ഞാലും ഈ മേഘം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘവും നമുക്ക് ചുറ്റും നിൽക്കുന്നു. This is true orthodoxy. This is a fragment of the secret of orthodox worship and belief. ഇത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് അനുവാദമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അല്പം പറഞ്ഞതാണ്. ഇതിന്റെ വലിയ ആഴങ്ങളുണ്ട്. അപ്പൊ ഇത്രമാത്രം ആഴങ്ങളിലുള്ള ആ ഉപദേശ സത്യം, ഇറ്റ് ഈസ് വെരി മച്ച് റൂട്ടഡ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ് ഓൾസോ. സ്ക്രിപ്റ്ററിൽ ഇതിനെല്ലാം റൂട്ടുണ്ട്. അതൊന്നും എടുത്ത് പറയാത്തതാണ്. അത് ബഹുമാനപ്പെട്ട വൈദികർക്കും മേൽപ്പെട്ടക്കാർക്കും ഒന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല.
അവർ ആ പ്രിൻസിപ്പിളാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. They don't prefer to sell the truth. അത് അവരുടെ ഓരോ ചലനങ്ങളിലും ഇതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അവർ ഓരോ പ്രാവശ്യം ധൂപക്കുറ്റി നിറയ്ക്കുമ്പോഴും, ഓരോ പ്രാവശ്യം മറുവഹസ കിലുക്കുമ്പോഴും, ഓരോ പ്രാവശ്യം കൈമണി അടിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം ധൂപം വീശുമ്പോഴും, ഓരോ പ്രാർത്ഥനകളിലും ഓരോ ചലനങ്ങളിലും മുഴുവൻ മർമ്മങ്ങളെയും അടക്കി വെച്ചിരിക്കുകയാണ്. Turn to orthodoxy. That is truth. That is true way of worship. യഥാർത്ഥ ആരാധന അതാണ്. യഥാർത്ഥ വർഷിപ്പ് അതാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.